ഇന്ത്യയുടെ പഞ്ചാബിലെ അമൃതസർ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ മിസൈലുകൾ അയച്ചിരുന്നു. ആ മിസൈലുകൾ ഇന്ത്യ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ചിരിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാൻ മിസൈലുകളെ കൃത്യമായിട്ട് തടഞ്ഞിരിക്കുകയാണ്. ഇന്നലെ മിഡ് നൈറ്റോടുകൂടി പലതരത്തിലുള്ള ഉഗ്ര സ്ഫോടന ശബ്ദങ്ങൾ തങ്ങൾ കേട്ടുവെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. രാത്രി 1 മണിയോടൊക്കെ കൂടി പലതരത്തിലുള്ള ഉഗ്ര സ്ഫോടന ശബ്ദങ്ങൾ ഒരു 4-5 തവണയൊക്കെ കേട്ടിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ചിലപ്പോൾ ഒന്നിലേറെ മിസൈലുകൾ അയച്ചിട്ടുണ്ടാകാം. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവയെ ഫലപ്രദമായി തകർത്തിട്ടുമുണ്ടാകാം. ഇന്ത്യ ഹൈ അലേർട്ടിലാണ്. ബോർഡർ ഏരിയാസിൽ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ മിസൈലുകളെ തകർത്തത് എന്ന് നമുക്കറിയില്ല. ഈ സമയത്ത് ഇന്ത്യ അതൊന്നും കൃത്യമായി പുറത്തുവിടാൻ ചാൻസ് ഇല്ല. കാരണം പലതരം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. നമ്മുടെ രാജ്നാഥ് സിംഗ്, നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ, അദ്ദേഹം സർവകക്ഷി യോഗത്തിൽ പറഞ്ഞത് 100-ലധികം ഭീകരവാദികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അൽ ഖ്വയ്ദയുടെ തലവൻ ഇപ്പോൾ ഇന്ത്യക്കെതിരെ ജിഹാദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല നമുക്കറിയാം ഹാഫിസ് സയ്യിദ്, അദ്ദേഹത്തിൻ്റെ സഹോദരൻ, കൊടും ഭീകരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരനും കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഹാഫിസിന്റെ കുടുംബത്തിലെ 10ഓളം വരുന്ന അടുത്ത കുടുംബാംഗങ്ങളാണ് ആക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കെതിരായിട്ട് ആക്രോശിച്ചുകൊണ്ട് ലോകത്തെ പല ഭീകരവാദികളും ഭീകരവാദ സംഘടനകളുമൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇന്ത്യ കൊടുത്ത ഒരു തിരിച്ചടി എന്ന് പറയുന്നത് വളരെ ശക്തമായൊരു തിരിച്ചടിയായിരുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു. അവരുടെ പ്രധാനപ്പെട്ട ആളുകൾ ആ ആക്രമണങ്ങളിൽ കൊല ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതേ സമയത്ത് നമുക്ക് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിർത്തിയിൽ LOCയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഷെല്ലാക്രമണം തുടരുന്നുണ്ട്. ഏറ്റവും സങ്കടകരമായ കാര്യം, ഇതിനകത്ത് ഇന്ത്യയുടെ ഭാഗത്ത് സാധാരണക്കാർ വളരെയധികം കൊല്ലപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. 13 പേരെങ്ങാണ്ട് കൊല്ലപ്പെട്ടതായിട്ട് സ്ഥിരീകരണം ടോട്ടൽ പഹൽഗാമിന് ശേഷം നടന്ന ബോർഡറിൽ പാകിസ്ഥാൻ നടത്തുന്ന ഷെല്ലാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിർത്തി അശാന്തമായിട്ട് തുടരുകയാണ്. പാകിസ്ഥാൻ ഉണ്ടായ തിരിച്ചടിക്ക് ബദലായിട്ട് ശക്തമായി ഇന്ത്യ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള ചില വാർത്തകളും വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് സാധ്യതയുണ്ട്. പാകിസ്ഥാൻ മിലിറ്ററിയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണല്ലോ ഇത്. അതിനു പുറമെ നമ്മൾ വീണ്ടും പറയുന്നു, ഈ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ തകർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അനാവശ്യമായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇതിനൊന്നും ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല. ഇന്ത്യ സ്ഥിരീകരിക്കാത്തിടത്തോളം കാലം നമുക്ക് ഇക്കാര്യത്തിൽ ഒരിക്കലും നമുക്ക് ഒരു വാർത്തയും വിശ്വസിക്കാൻ കഴിയുകയുമില്ല. ഇന്ത്യയുടെ ഈ മിഷന് പങ്കെടുത്ത എല്ലാവരും സുരക്ഷിതരാണ് എന്ന് ഓൾറെഡി ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ മിലിറ്ററി വ്യക്തമാക്കിയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ തൽക്കാലം നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാകിസ്ഥാൻ ഇനിയും ഒരു ആക്രമണം നടത്താൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയിൽ പാകിസ്ഥാൻ മിസൈൽ ആക്രമണം നടത്തുകയും അതിനെ നമ്മൾ പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ മെയിൻ ലാൻഡിൽ വരെ അവർക്ക് അടി കിട്ടിയതാണ്. തിരിച്ചടിക്കാൻ അതുകൊണ്ട് തന്നെ അവർ പരമാവധി ശ്രമിക്കും. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ ശക്തമാണ്. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ അതിനാൽ തന്നെ നമ്മൾ അത്രയേറെ കെയർഫുള്ളായിട്ട് ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആവശ്യത്തിനുള്ള ആയുധങ്ങൾ നമുക്ക് വേണം. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നമ്മുടെ കൈവശമുള്ളത് പലതും പാകിസ്ഥാന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്തത് തന്നെയാണ്. അവരുടെ മിസൈലുകളെയൊക്കെ തന്നെ അടിച്ച് താഴെയിടാൻ പറ്റുന്ന മോസ്റ്റ് മോഡേൺ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യക്കുണ്ട്. ഇതിന് പുറമെ നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയതും ഇസ്രായേലുമായി ചേർന്ന് നിർമ്മിച്ച ബരാക്ക് പോലുള്ള ഒരുപാട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അത് കരയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഇപ്പം നമ്മുടെ നേവിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടടക്കം ധാരാളം പ്രതിരോധ സംവിധാനങ്ങളൊക്കെ നമ്മുടെ കൈവശമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ തിരിച്ചടി നൽകാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അവന് തിരിച്ചടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത്രയും വലിയൊരു ആക്രമണമാണ് അവൻ നേരിട്ടത്. 9 ഇടങ്ങളിൽ ഇന്ത്യ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അത് പാകിസ്ഥാനിൽ വലിയൊരു ഞെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞെട്ടലിലുപരിയായിട്ട് ഭയമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പാനിക് മോഡിലേക്ക് പാകിസ്ഥാൻ മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് പാകിസ്ഥാൻ്റെ ഇന്ത്യയിലേക്കുള്ള മിസൈൽ ആക്രമണത്തെ നമ്മൾ ഫലപ്രദമായി തന്നെ തടഞ്ഞിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.